സൗണ്ട് കുറവാണേ. ഞാനൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ സുപ്പീരിയർ പറഞ്ഞാല് നമ്മളെ മുകളിൽ വേറൊരാളില്ല, ഏറ്റവും വലുത് അള്ളയാണ്, അതല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, ഏറ്റവും വലുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഞാനാണ്. അങ്ങനെയാ? എന്റെ മേലെ അള്ള മാത്രമേ ഉള്ളൂ, അതിനിടയിൽ വേറെ ആരുമില്ല. ഇല്ല, അത് ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെണ്ണിന്റെ പുറകിൽ എപ്പോ പോണ്? അത് അത് അള്ള കൊടുത്ത ഒരു ഇതാണ്. അത് നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നല്ല നിങ്ങൾ പോകുന്നത്. അത് അള്ളാഹു നിങ്ങളെ അങ്ങനെ പോക്കുകയാണ്. ഞാൻ നിരീക്ഷകമായ ചിന്തയല്ല, യുക്തിവാദമായ ചിന്തയല്ല, എന്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യണം എനിക്ക്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറയാം. ഒരു മനുഷ്യനിക്ക് രണ്ട് ബുദ്ധി എന്തിനാ അള്ള കൊടുത്തു? ഞാൻ പറയാം. രണ്ട് ബുദ്ധിയിൽ ഒരു ബുദ്ധിയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും, നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ അവയവങ്ങള്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങള്, അതായത് നിങ്ങള് പുറം ലോകത്തെ അറിയുന്ന ഇന്ദ്രിയങ്ങള്. അതെ, 5 ഇന്ദ്രിയങ്ങള്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ. അതായത് നിങ്ങളുടെ എന്തൊക്കെയോ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളായിട്ടുണ്ടായതല്ല, നിങ്ങൾക്ക് നൽകപ്പെട്ടതാണ് ഇതൊക്കെ. നിങ്ങളുടെ കഴിവുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച്, നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ ഉണ്ടായതല്ല. നിങ്ങൾക്ക് കണ്ണുകൾ നൽകപ്പെട്ടു, ചെവികൾ നൽകപ്പെട്ടു, തലച്ചോറ് നൽകപ്പെട്ടു. ഈ നൽകപ്പെട്ട കണ്ണിലൂടെയാണ് നിങ്ങൾ കാണുന്നത്, തലച്ചോറിലൂടെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല, നിങ്ങളെ കാണിപ്പിക്കുകയാണ്, നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 10 വയസ്സ് വരെ സെക്സ് ഒന്നും തോന്നിയിട്ടില്ലല്ലോ. ഒരു കൗമാരപ്രായത്തുമ്പോഴല്ലേ സെക്സിനെ പറ്റി തോന്നുന്നത്. അതിന് ശേഷമല്ലേ ഈ ചിന്തകളൊക്കെ. അത് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. നിങ്ങൾ വേറൊരു പെണ്ണിനായിട്ട് സെക്സ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു കൗണ്ടർ ഉണ്ട്. റാമിന്റെ ഒരു കൗണ്ടർ ഹബീബ്, ഒരു സെക്കൻഡ് ഹബീബ്, ഒരു കൗണ്ടർ ഉണ്ട്. അതായത് 6 വയസ്സിലുള്ള ഒരു കുട്ടീനെ 53-ാം വയസ്സിൽ കെട്ടിയിട്ട് അതിന് എന്തുകൊണ്ട് 9-ാം വയസ്സിൽ ആ സെക്സ് കാണിച്ചു കൊടുത്തു? അങ്ങനെ കെട്ടിയത് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളെ ബുക്കിലുണ്ടല്ലോ, നിങ്ങളെ ബുക്കിൽ ഏത് ബുക്കിലാണുള്ളത്? ചോദിക്കുന്നതിന് ഉത്തരം പറയാണ്. ഹബീബ് ഇടപെടല്ലേ ഹബീബ്? ഞാൻ സൊയ്ബുക്കാരിയുടെ ഹദീസ് ഞാൻ റെഫറൻസ് ഇടാം. ഇതൊക്കെ എല്ലാരും അംഗീകരിക്കുന്ന. നിങ്ങൾ മാത്രം തള്ളി കഴിഞ്ഞാൽ നിങ്ങൾ ഖുറാനിസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഉസ്ബക്ക്, ഞാൻ പറയട്ടെ, ഞാൻ എനിക്ക് പറയാനുള്ള ഭാഗം പറയട്ടെ. നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറയട്ടെ, വെളുപ്പിക്കലും കറുപ്പിക്കലും അല്ല. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള അവസരം തരണോ? അത് നിങ്ങൾ എന്തെങ്കിലും ഒരു വാദം വെച്ച് പോയാൽ പറ്റൂല. അതിന് എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരണം. 53-ാം വയസ്സില് അത് മനസ്സിലായി. അത് ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു, അത് ഇവിടെ സ്ഥിരം കേൾക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ആ തെളിവ് കാണണോ? അത് കാണണ്ട, നിങ്ങൾ മുണ്ട് വെക്കണ്ട, അവിടെ വെച്ചാ മതി. പിന്നെ അല്ലല്ല, ആ കാണണ്ടാത്ത എന്താ? ആ എന്താ കാണണ്ടാത്ത? ഞാൻ പറയട്ടെ മിസ്റ്ററെ, നിങ്ങളൊന്ന് വായ പൂട്ട്, എനിക്കും പറയാനുള്ള അവസരം തരണ്ടേ നിങ്ങള്? നിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും കൂടി നിങ്ങൾ ചേർന്നില്ല പറഞ്ഞോ? അല്ല, നീ എന്റെ തമ്മാടി നിലം വിളിച്ചു പറഞ്ഞോ? ഒരു മര്യാദ വേണ്ട. ഒരാളെ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയുമ്പോ പിന്നെ കടകളെ ശ്രദ്ധിക്കുക. എന്ത് മര്യാദ എനിക്കൊക്കെ ഉള്ളത്? ഇന്നത് പറയാൻ വേണ്ടി ചാളം നിന്ന ബുദ്ധിയായിട്ട് വന്നിരിക്കണ്. അല്ല, പ്രശ്നമാവില്ല. ഒരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെ മൂപ്പരെന്നെ സ്വിച്ച് ഇട്ടിട്ട് മറ്റേ ഓവല മറ്റേ അറിവില്ല പൈതങ്ങളല്ല, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇത് ഈറ്റങ്ങളെ പണി ഇത് തന്നെയാണ്. നേരം വെളുത്തുമ്പോ തുടങ്ങും ഇത് പറയാന്. ചങ്ങായി, എനിക്കൊക്കെ നല്ല വേദങ്ങളിൽ 4 സൂക്തങ്ങൾ പറഞ്ഞു കൊടുത്തൂടെ മനുഷ്യർക്ക് ഈ തെമ്മാടിത്തരം ചെയ്യുന്നതിന് പകരം? അല്ല മുഹമ്മദ് ഭായി, നിങ്ങളെ ഹിന്ദു മതത്തില് എത്ര നല്ല നല്ല കാര്യങ്ങളുണ്ട്. അത് ഒരു 4 വരി ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് അത് കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാല് ആ ഒരു പുണ്യങ്ങൾ കിട്ടൂലേ? ഇത് നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേരിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്?
അപ്പൊ നിങ്ങളൊരു ചോദ്യം അറിവില്ല ചോദിച്ചാൽ അതിനുള്ള പഠിക്കുന്ന ഉത്തരം സമയം പറയാനുള്ള ഒരു സാവകാശം കൂടി നിങ്ങൾ കാണിക്കുന്നില്ല. പറയൂ പറയൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, ഇസ്ലാം മതത്തില് മുഹമ്മദ് നബിക്ക്, ഇസ്ലാം മതം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയിലൂടെ വന്നത്. അപ്പോ ഈ മുഹമ്മദ് നബിക്ക് ദൈവികമായിട്ട് കിട്ടിയ വചനങ്ങളാണ് ഖുർആന്. അതാണ് ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥം, അടിസ്ഥാന പ്രമാണം. അതിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കലും അതിനനുസരിച്ച് പ്രവർത്തിക്കലും ഒരു മുസ്ലിമിന്റെ കടമയാണ്. കാരണം എന്താണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഖുർആൻ എന്നുള്ളത്. അപ്പൊ ഖുർആനില് ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉള്ളതായിരിക്കാം. അത് ഓതന്റിക് അല്ല. അത് 100% തെറ്റ് പറ്റാത്ത പ്രമാണമാണെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതേസമയം ഖുർആനിലുള്ളത് അത് വിശ്വസിക്കല് നിർബന്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ഈ ആരോപണമൊന്നും ഖുർആനിലുള്ളതല്ല. നബി ഞാൻ ഒന്ന് ബുറാക്കിന്റെ രണ്ട് മേലെ സംശയം ചോദിക്കാനുള്ള ആകാശത്ത് പ്രശ്നമുണ്ടോ? പോയി എനിക്ക് അള്ളാഹുവിനെ കണ്ട്, ഖുർആനിലുള്ളതല്ല. അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് രണ്ട് സംശയം ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കാം. ചോദിച്ചോളൂ. ഓക്കെ, അതായത് ഒരു മുസ്ലിം ഈ ഖുറാൻ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമല്ലേ? അങ്ങനല്ലേ? അല്ല, ഖുർആൻ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. പക്ഷേ ഇസ്ലാം മതത്തിന്റെ നിർബന്ധമല്ലേ? ആശയം ഖുർആനിൽ കൂടിയാണ് അവനക്ക് ലഭിക്കുക. കാരണം ആ ജനങ്ങളെ, മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാനാണ് ഖുർആൻ ഒന്ന് ഉള്ളത്. മ്യൂട്ട് ചെയ്തിട്ട് ചങ്ങായി ഒരാൾ പറയണ അബീബിനറിയോ? അബീബിനെ അറിയില്ലെങ്കിൽ അബീബിനോട് ചോദിക്കാം. മുഹമ്മദ് മ്യൂട്ട് ചെയ്തോട്ടെ. അയാൾ പറയുന്ന സമയത്ത് ഇടക്ക് കയറി പറയണ അയാൾക്ക് അറിയാം. അയാൾ പറഞ്ഞോളൂ. പറയും കേക്കട്ടെ. ഈ ഇസ്ലാം മതത്തിന്റെ ഈ ഖുർആൻ വഴി കാണിക്കുന്ന ഗ്രന്ഥാണ്. അതില് അതായത് മാർഗദർശനമാണത്. അതിന്റെ പ്രകാശമുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം, എല്ലാവരും ചേർന്ന് മുറുകെ പിടിക്കണം എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോ മറ്റ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇസ്ലാം മതത്തിന്റെ പേരിലുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒതന്റിക് ആണെന്ന് ഒരു അവകാശവാദവും ഇല്ല. അത് നബിയുടെയോ അല്ല, അത് നബിയുടെ അനുചാരന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത കാലത്തോ എഴുതപ്പെട്ടതല്ല. അത് പിൽക്കാലങ്ങളിൽ വന്നതാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല. അത് ഞങ്ങളെ കൂടെ നിൽക്കുന്നത്. കാരണം ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഖുറാൻ അല്ലാതെ വേറൊന്നും വിശ്വസിക്കരുത് എന്നുള്ളത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. എന്റെ ചോദ്യം, ഖുറാന് ആത്യന്തികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണെങ്കിൽ ഖുറാൻ എല്ലാ മുസ്ലിങ്ങളും പഠിച്ചിരിക്കണ്ടേ? പഠിച്ചിരിക്കണ്ടേ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത്. പഠിച്ചിരിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് അറിയണ്ടേ? ഇവ അലമ്പാണല്ലോ. ഇപ്പൊ റാമിന്റെ കമ്പനിക്കാരനെ വന്നിട്ടില്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ചങ്ങായി, ഇത് കഴിഞ്ഞിട്ട് എന്നോട് ഞാൻ ചോദ്യം ചോദിക്കും. 4 ചോദ്യത്തിന് ഈ ഇവിടുന്ന് ഓടും. ഞാൻ ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഇപ്പൊ തരാം. ഞാൻ മുഹമ്മദ് ഖാൻ ചോദിക്കാം. അറിവുള്ളവർ പറയുന്നത് കേൾക്കി. അപ്പൊ ഈ സുപ്രഭാത് ചോദിച്ച ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഇത്രയും പ്രധാനപ്പെട്ട ഖുർആൻ ആരും പഠിക്കുന്നില്ല. അതാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു തകരാറ്. അതായത് ഒരു പോരായ്മ, അല്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഖുർആന് ഈ മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരുടെ കയ്യിലുണ്ടായിട്ട് അത് വായിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താന്ന് വെച്ചാല്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഈ പണ്ഡിത ലോബി, അതായത് പൗരോഹിത്യ ലോബി, അവരുടെ ഒരു ഇടപെടൽ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല്, ഈ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാം. അപ്പൊ ഇതൊരു ഞാൻ ചോദിക്കുന്നത് എന്താ അറിയാം മുഹമ്മദ് ഖാ, അതായത് നിങ്ങൾ പറഞ്ഞിപ്പോ മുസ്ലിങ്ങൾ ആരും ഖുർആൻ പഠിക്കാറില്ല, അങ്ങനെയാണ് അവരെല്ലാവരും മുസ്ലിങ്ങളായി ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങളെ കണക്കില് എത്ര ശതമാനം കോയമാര് ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും മുസ്ലിങ്ങളുടെ കൂട്ടത്തില്? വളരെ കുറവായിരിക്കും. ഒരു 10% പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ചുറ്റുഭാഗത്തുള്ള എൻ്റെ കുടുംബം, എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആണ് ഈ ഖുർആൻ മുഴുവനായിട്ട് വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത്
മനസ്സിലാക്കാൻ അത് അത് ആഗ്രഹമുള്ളവര്, പറഞ്ഞ കറക്റ്റ് മനസ്സിലാക്കാൻ ആവാനാണ് സാധ്യത. ശ്രമിച്ചവര് എന്നൊക്കെ ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പറയുന്നത് കറക്റ്റ് ആവാനാണ് സാധ്യത. അതായത് ഹിന്ദുക്കളും മറ്റുള്ള ആളുകളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, എന്താണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം, എന്താണ് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഏകദേശം ഇതേമാതിരിയൊക്കെ തന്നെയാണ് മുസ്ലിങ്ങളും അതിന്റെ ഉള്ളിൽ നിൽക്കുന്നില്ലേ. നമ്മളത് മാത്രമേ ശരിയെന്നും പറഞ്ഞാണ്ട് അതിന്റെ കൂടെ അങ്ങോട്ട് കൂടി നിൽക്കുകയാണ് 90% ആളുകൾ. അല്ലാതെ ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. അല്ല, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാന്നല്ലാതെ സാധാരണഗതിയിൽ ഇവിടെ മദ്രസ വിദ്യാഭ്യാസമാണ് സാധാരണ ജനങ്ങൾക്ക് കിട്ടുക. ഈ പണ്ഡിതന്മാരാവുന്നവരാണ് മറ്റുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ പോവുക. അല്ലാതെ സാധാരണ ജനങ്ങള് പിന്നെ 1 മണിക്കൂറാണ് ഒരു മദ്രസയിലെ പഠിപ്പിക്കുക. അതൊരു 3 കൊല്ലം 4 കൊല്ലം. ഇപ്പൊ എന്റെ മക്കളൊക്കെ 4 കൊല്ലം പഠിച്ചത്. 1 മണിക്കൂർ, അതിനെ കുറെ ദിവസം ഒഴിവായിരിക്കും. അപ്പൊ അവരെന്ത് പഠിക്കാനാണ്? അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾ, ഈ അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കും, ഖുർആൻ ഓതാൻ പഠിപ്പിക്കും, പിന്നെ അത്യാവശ്യ നമസ്കാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നല്ലാതെ ഈ ഖുർആന്റെ ആശയം എന്താണ്, ഇസ്ലാം മതത്തിന്റെ ആദർശം എന്താണ്, അതൊന്നും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല. കാരണം അതിനൊറ്റൊന്നും അത് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടാണ് സമൂഹത്തിന്റെ അടുത്തുള്ളത്. നിങ്ങളൊരു നിഷ്കളങ്കരാണ്. നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഏകദേശം ഈ ഇസ്ലാം കാര്യം എന്താ, മറ്റേ ഈമാൻ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാറില്ല അല്ലെ. ഏകദേശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വന്ന് കണ്ട് ന്യായീകരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് അയാൾക്ക് ഇതിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന കാഴ്ച. അത് തന്നെയാണ് നിങ്ങളും പറയുന്നത്. കാരണം കറക്റ്റ് ആണത്. ഇസ്ലാംകാരും ഈമാൻകാരും ഒക്കെ കാണാതെ പറയാൻ അറിയും, പക്ഷെ അതിന്റെ എന്താണ് പറയുന്നത് പോലും പറയാൻ അറിയില്ലാന്ന്. അല്ല, അതറിയും, അതൊക്കെ പഠിപ്പിക്കും, അത് മദ്രസയിൽ പഠിപ്പിക്കും. അത് എത്ര ആളുകൾ പൊട്ടം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇസ്ലാംകാരും ഈമാൻകാരും ചോദിക്കുന്ന സമയത്ത് ആ കേക്കോയൊക്കെ മറ്റേ അരി ആട്ടണ ഒല്ലിലിട്ട് ഒറ്റ തിരിക്കില്ല. ഒന്നും അറിയില്ല ഇതിനെ കുറിച്ചിട്ടൊന്നും. ഇപ്പൊ അടുത്ത് എന്തൊക്കെയോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടെന്ന്. എന്തൊക്കെയോ ഉസ്താദ് കൊണ്ട് പഠിപ്പിച്ചെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ചെയ്യാൻ പറ്റിയ തോന്നുന്നു. ഇസ്ലാം എന്താണെന്നോ ഖുറാൻ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ ഒരു ഐഡിയ ഇല്ല. ഇത് വായിച്ച ആളുകളാണ് ഇതിനെ കുറിച്ചിട്ട് ഇടവും വലവും പറയുന്നത്. വലത് പറയുന്നത് നല്ലതാണ്, ഇടത് പറയുന്നത് മോശമാണെന്ന്. ഇത് രണ്ടും അറിയാതെ ഈ കോയമാര് അതിന്റെ നടുക്ക് നിന്ന് കണ്ട് ഇത് വലതിന്റെ കൂടെ നിന്ന് കണ്ട് ചെയ്യി വിളിക്കുന്നത്. ഇതാണ് നടക്കുന്ന കഥ. മനസ്സിലായോ? കുറെ ആളുകൾ ഇടത് ഭാഗത്തേക്ക് നിൽക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞിട്ട് ഇതിപ്പോ എന്ത് ചെയ്യും? ഇത് പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ആണ്. ഇത് ഒരു ഖുറാനിലെ ഒരു പുസ്തകം മാത്രമേ പഠിക്കാനുള്ളൂ ആകെ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നല്ല, കുറെ കാര്യങ്ങൾ പഠിക്കാണ്. കാരണം ഇത് ദൈവം നേരിട്ടിട്ട് ഡയറക്റ്റ് കൊടുത്ത സാധനമാണ്. ഹിന്ദുക്കൾ അങ്ങനെ ഡയറക്റ്റ് കൊടുത്ത ഒരു ഗ്രന്ഥമില്ല. ഫുള്ള് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. മനസ്സിലായോ? പറയുമ്പോ അങ്ങനെ പറയും, ഭയങ്കര വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ദൈവം നേരിട്ടിട്ട് അങ്ങോട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ നേരിട്ടിട്ട് ഡയറക്റ്റ് കൊടുത്ത സാധനമാണ്. ഈ സാധനം നിർബന്ധമായും പഠിക്കണ്ടേ? കാരണം ദൈവം ഇറക്കി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിന് ഇത്രയേ വിലയുള്ളൂ. മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഇതിന് വലിയ വില ഇല്ലേ? ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പഠിക്കണ്ടേ ഡയറക്റ്റ്? അതിലുള്ള എന്ത് കാര്യം, ഒരു 10 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോയക്കും പറയാൻ അറിയുന്നില്ല. അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ അതിനെ കുറിച്ച് ഏകദേശം എക്സ്പെർട്ട് ആയതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് പറയും. അതല്ലാതെ പറയാൻ പറ്റില്ല, ഞാനത് വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ല, എന്നാലും മറ്റുള്ളവരെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നേരെ മറിച്ചിട്ട് മറ്റുള്ള കോയമാരോട് ചോദിക്കുമ്പോൾ ഒരു മറ്റേ പൊട്ടം പൂരം കണ്ടായിരുന്നുണ്ട്. അതിന് ഒരു രാന്റെ സ്ഥലത്ത് വേറെ അസുഖമാണ് ശരിക്കും ചേർക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് ശരിയാണ്. വർത്തമാനം പറയില്ലേ? ഒരു മിനിറ്റ്, അതായത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഇതൊരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന പരിപാടി ഇല്ല ഈ മതം എന്നുള്ള. അവരിങ്ങനെ ആചരിക്കും, പിന്നെ സിന്ദാബാദ് വിളിക്കുന്നല്ലാതെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതേ ഗതി തന്നെയാണ്. കാരണം അവരും മതം സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല, മുസ്ലിങ്ങളും സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എന്റെ ഒരു അഭിപ്രായത്തില് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഖുർആനും വേദങ്ങളും പഠിപ്പിക്കണം. മറ്റുള്ള കഥകൾ കുറെ കാലം കഴിഞ്ഞിട്ട് ആരൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അത് പഠിപ്പിക്കണം എന്നല്ല. ഈ ഫസൽ ഭായ് അവിടെ അതല്ല, ഈ വേദഗ്രന്ഥങ്ങള് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ മതത്തിന്റെ വർത്താനായിട്ട് നടക്കരുത്. കാരണം ഇത് കണ്ണോട്ടൻ ആളിനെ കണ്ട മാതിരി മതത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് അത് ഗുണത്തിനൊക്കെ വളരെ ദോഷം ചെയ്യും. ഇത് ആട്ടുംകാട്ടും നിലക്കാട്ടിലും തിരിച്ചറിയാത്ത വർത്താനാണ് കോയമാര് വന്നിട്ട് പറയുന്നത്. അറിയില്ല നിങ്ങൾക്ക്.
ഓർക്ക് ഒരൊറ്റ കാര്യം അറിയുള്ളൂ, ഇസ്ലാം പ്രതിസന്ധിയിലാണ്, ഇസ്ലാമിന് മറ്റേ ഡിഫെൻഡ് ചെയ്തോളാം, അല്ലെങ്കിൽ നമ്മൾ ആപത്തിൽ ചാടും, ഈ അമേരിക്ക, ജൂതൻ, RSS ഈ മൂന്നാൾക്കാർ കണ്ണും പൂട്ടി അടിച്ചോളാം. ഇതാണ് കിട്ടിയ ഓർഡർ. എന്ത് ചെയ്യും നിങ്ങള്? അല്ലാതെ നിങ്ങളത് എന്താ ചോദിച്ചാൽ നിങ്ങളത് മറ്റേ ബാഹുബലിയിലെ വില്ലൻ പറഞ്ഞാലേ പറയുന്നത്. ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഇവരെന്താ പറയാ, പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞാണ്ട് വരൂ. പയ്യ പഠിച്ചിക്കണോ വെച്ച് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ മാഷോട് ചോദിച്ചിട്ട് ഉസ്താദിനോട് ചോദിച്ചിട്ട് അറിയാം, അല്ല ഉസ്താദിന്റെ ബാപ്പനോട് ചോദിച്ചിട്ട് പറഞ്ഞാന്നൊക്കെ ന്യായ പറയുന്നത്. എന്റെ വിചാരം എന്ന് വെച്ചാൽ കോയമാര് കംപ്ലീറ്റ് മതം കലക്കി കുറിച്ച് കുത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറുതാന്ന് സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു മദ്രസ ഉണ്ടായിരുന്നു. ഒരു ഓലപ്പരൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മദ്രസയായിരുന്നു അത്. അപ്പൊ എന്താ വെച്ചാൽ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ കൂടെ ഈ മദ്രസയിലേക്ക് പോകുന്ന സമയം പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടാണെങ്കിൽ ഈ മദ്രസേന്റെ മുന്നത്ത് മറ്റേ ഇറച്ചിപ്പീടനെ മുന്നിൽ നായിക്കിടാരി ഞാനിങ്ങനെ നിൽക്കുവാണ്. ഇവരെന്താ പഠിപ്പിക്കണത്, എന്തൊക്കെയോ ചൊല്ലണാണ്. ഇവൻ എന്നെ നോക്കിയിട്ടാണ് ചൊല്ലുക. ഓന് കാരണം എന്റെ കൂടെ കളിക്കാൻ വരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ചൊല്ലി പറയുന്നത്. നിന്റെ വിചാരം അന്ന് മുതലേ നിങ്ങൾ ഫുള്ള് പഠിച്ചിക്കണെന്നുള്ളതാണ്. അവസാനം ഉസ്താദ് കയറി കെട്ടിട്ട് പറഞ്ഞെങ്കിൽ ഇവിടെ വന്ന് ഇരുന്നോ പറഞ്ഞു. ഞാൻ അവിടെ വന്നിരുന്നില്ല, എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവസാനം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങി പോകുന്നു. ഇത് തമാശയല്ല, ഇതിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണിത്. അന്ന് മുതലേ പഠിപ്പിക്കുന്നുണ്ട്. മുലകൂടി മാറാത്ത പ്രായത്തിൽ ഈറ്റിങ്ങളെ കൊണ്ടുപോയിട്ട് ഇത് തൊല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാണ്ട് ചൊല്ലിയിട്ട് ഇത് വന്നുകാണ്ട് പ്രായം വന്ന സമയത്ത് എന്താണ്ട് ഇതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് നമുക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഈ പഠിച്ചിട്ട് വിമർശിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇത്? ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത്. എവിടെ തുടങ്ങണം, എന്ത് പറയണം കോയമാരോടൊന്നും നോ ഐഡിയ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ മുഹമ്മദ് ഖാൻ? ശരിയാണ്. ഓക്കെ. ആ ഹബീബ് പോയോ? റാമ അവനെ പ്രോമിച്ചും കൊണ്ട് വരുത്തി. അല്ല ഹബീബ് ശരിക്കും കോയന്നെയാണോ? കൊറേ കോയമാരെ മതം മാറ്റുന്നു, റാമ മറ്റോരെ മതം മാറ്റുന്നതാണ്. ഇവര് രണ്ടാളും തമ്മിൽ ടാസ്കാണ്. മിക്കവാറും റാമ അങ്ങോട്ട് മാറാനാണ് സാധ്യത. മനസ്സിലായോ? കാരണം ഇവൻ പറയുന്നത് റാമു പറയുന്നത് ഇവനോ മനസ്സിലാവുന്നില്ല. റാമ അവനെ ഫോൺ വെച്ച് കൊണ്ടുവരും. ഒരു ചോദ്യം ചോദിച്ചാല് എനിക്കെന്താ പറയാനുള്ളത് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അല്ല ഞാൻ ഇങ്ങനത്തെ ആളുകളോട് നമുക്ക് എന്താ വെച്ചാല് ഇത്രയും പ്രായമുള്ള ആളല്ലേ, അവരോടൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. ഹബീബ് കോയനോട് കേരളത്തെ കോയ എന്ന് പറഞ്ഞാൽ 5 ദിവസമൊക്കെ ബുദ്ധിയില്ലാത്ത നിങ്ങളാണ്. നമ്മള് മലപ്പുറത്താണോ? പ്രായം ഇതിലൊരു ഘടകമല്ല. പ്രായം വലിയ ഘടകമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ പ്രായത്തിലേ ഉണ്ടാവുള്ളൂ. അല്ലെ 10 വയസ്സായ കുട്ടിക്ക് അപാര അനുഭവം ഉണ്ടെന്ന് പറയുകയാണെങ്കിലും അനുഭവങ്ങൾ എല്ലാത്തിലും ഒരു ഇതാണ്. നിങ്ങളൊരു ഒരുപാട് ചർച്ചയൊക്കെ നടത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പെന്തോൾ എന്ന് ചോദിക്കൂ, ജാതികൾ എന്ന് ചോദിക്കൂ, സംഖ്യകൾ എന്ന് ചോദിക്കൂ. അറിയില്ലേ? ഏകദേശം അറിയില്ല. അപ്പൊ പെന്തോളെന്ന് ഇങ്ങനത്തെ അധികാരം അമ്പലത്തിൽ കയറ്റില്ലല്ലോ എന്ന് പെന്തോൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് എന്തൊക്കെ പറയണം. പെന്തോൾ ഡീറ്റെയിൽ എടുത്തിട്ടായിരിക്കും കുതിരിക്കുന്നത്. കാരണം കുറെ ചർച്ച കണ്ടവനാണേ, അല്ലേ വിട്ടു. അത്രേ ഉള്ളൂ. അനുഭവം വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കേക്കോനെ പിടിച്ചിങ്ങോട്ട് കയറ്റിയോ പോരെ? 4 വയറ് പറയും ഹിദായത്ത് കിട്ടട്ടെ എന്ന് ഓൻ പോകും. ഓനല്ല വേറെ ഒരു മണ്ണാങ്കാട്ടി അറിയില്ല. ഓനെ ഹിദായത്ത് കോയാന്ന് അപ്പൊ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. അല്ല ഇപ്പൊ ഹബീബ് ശരിയാവൂലെന്നോ? ഞാൻ ഒന്നുകൂടി ഓന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറ്. എനിക്കറിയുന്നത് ഞാനും പഠിപ്പിച്ചു കൊടുക്കാം, ഓനറിയുന്നത് എനിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ഓൻ മതം പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ കൊടുക്കുവന്? ആരിഫുസൈൻ പറഞ്ഞ 2 ലക്ഷം ഉറപ്പ് കൊടുക്കും. 2 ലക്ഷം. പിന്നെ മതവും മാറ്റുവാന് പൈസയും കിട്ടും. അല്ല ഈ മതല്ല പിന്നെ ഓനോട് എനിക്ക് സംശയം ചോദിക്കാനുള്ളൂ. ഓനെ കൊണ്ട് വിളിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട് അവനെ കുറിച്ച്. ഓന്റെ അള്ളാഹുവിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്. ഇന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്.